എന്തായാലും പുതുപ്പള്ളിയിലടക്കം വലിയ വിജയം UDF നേടുമ്പോൾ ചാണ്ടി ഉമ്മൻ MLA ചേരുകയാണ്. ചാണ്ടി, വലിയ വിജയമാണ്, വലിയ വിജയം. കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ വൻ തിരിച്ചുവരവ്. അല്ല, ഒരു കടം ഉമ്മൻചാണ്ടിയോട് പുതുപ്പള്ളിക്ക് ഉണ്ടായിരുന്നു. ആ കടം ഇന്ന് വീട്ടിയിരിക്കുകയാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്ത് 8-ൽ 7 പഞ്ചായത്ത് ജയിച്ചു. ഒരു പഞ്ചായത്തിൽ തൃശങ്കുവാണ്. ഞങ്ങളുടെ എല്ലാ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ജയിച്ചു. 19-ൽ 17 ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഈ പാമ്പാടി ബ്ലോക്കിൽ 14-ൽ 10 ബ്ലോക്ക് പിടിച്ചിരിക്കുകയാണ്. വലിയൊരു വിജയം UDFന് സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി. ഈ സംസ്ഥാനത്തൊട്ടാകെ ഒരു UDF അനുകൂല വികാരമുണ്ട്, അതെന്താണ് സംഭവിക്കുന്നത്? കാരണം ഒന്ന്, സർക്കാരില്ല. സർക്കാരുണ്ടെങ്കിൽ കേരളത്തിൽ പല കാര്യങ്ങളും നടക്കത്തില്ല. അയ്യപ്പന്റെ സ്വർണ്ണ കൊള്ളയടിച്ച സർക്കാർ കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരാണ്. ആ സർക്കാരിനെതിരെ കൊടുത്ത തിരിച്ചടിയാണ്, അയ്യപ്പന് കൊടുത്ത തിരിച്ചടിയാണ്, അയ്യപ്പ വിശ്വാസി കൊടുത്ത തിരിച്ചടിയാണ്. ഒപ്പം ഉമ്മൻചാണ്ടി സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള എന്താ പറയുക, വികസനത്തിന്റെ കാര്യത്തിൽ ഉള്ള വ്യത്യാസം തിരിച്ചറിഞ്ഞു തരും. ഈ കേരള കോൺഗ്രസ് എമ്മിനോട് എന്താ പറയാനുള്ളത്? അല്ല, അവരുടെ നേതാവിനെ കുറിച്ച് CPM നേതാവ് പറഞ്ഞത് ചാകാത്ത പുഴു കെടാത്ത തീയും ഉള്ള സ്ഥലത്താണ് KM മാണി സാറ് പോകുന്ന പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പൊ അവരാ കിടക്കുന്നത് ഓർത്താൽ മതി. ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ടോ ഈ ഘട്ടത്തില്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തായാലും കേരള കോൺഗ്രസ് പോലും ഇല്ലാതെ വലിയ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് കോട്ടയത്ത് UDF ഉള്ളത്. പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലടക്കം കഴിഞ്ഞ തവണ 2 പഞ്ചായത്ത് മാത്രമാണ് UDFനൊപ്പം നിന്നതെങ്കിൽ ഇത്തവണ വലിയ വിജയം UDFന് ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ പ്രകടനമാണ് നടക്കുന്നത്.